ഞാൻ ഡോക്ടർ ശ്യാംലാൽ, തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, തലവേദന എന്നതിനെക്കുറിച്ചാണ്. തലവേദന എന്ന് പറയുമ്പോൾ അതൊരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ്. തലവേദന ഒരുപാട് രോഗങ്ങളുടെ പാർട്ടായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും നിത്യവും ഉണ്ടാവാറുണ്ട്. അപ്പം തലവേദനയുടെ കാരണങ്ങൾ വളരെ വലുതാണ്. ഒരുപാട് കാരണങ്ങളാൽ നമുക്ക് തലവേദന വരാം. അപ്പോൾ ഇതിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡേക്ക് സൊസൈറ്റി തലവേദനയെ പ്രധാനമായിട്ടും 2 കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രൈമറി ഹെഡേക്ക്, 2 സെക്കൻഡറി ഹെഡേക്ക്. പ്രൈമറി ഹെഡേക്ക് പ്രധാനമായിട്ടും 4 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് മൈഗ്രെയിനസ് ഹെഡേക്ക്, എല്ലാവർക്കും അറിയാം, മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ടത്. രണ്ടാമത്തേത് ടെൻഷൻ ഹെഡേക്ക്, മൂന്നാമത്തേത് ക്ലസ്റ്റർ ഹെഡേക്ക്, നാലാമത്തേത് ട്രൈജെമിനൽ ഓട്ടോണോമിക് കെഫലാൾജിയാസ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഹെഡേക്ക് എന്ന ഒരു ഗ്രൂപ്പിലാണ് അത് വരുന്നത്. സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന തലവേദന. ഇപ്പം നമുക്ക് തലച്ചോറിൽ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ പാർട്ടായിട്ടുണ്ടാകുന്ന തലവേദനകളാവാം, ആക്സിഡൻസിന് ശേഷം ഉണ്ടാകുന്ന തലവേദനകളാകാം, അല്ലെങ്കിൽ തലച്ചോറിൽ പ്രഷർ കൂടുന്നതിൻ്റെ പാർട്ടായിട്ടുള്ള തലവേദനകളാകാം, മാനസിക സമ്മർദ്ദം, മനസ്സിന് അസുഖത്തിൻ്റെ പാർട്ടായിട്ടുണ്ടാകുന്ന തലവേദന. ഒരുപാട് കാരണങ്ങളാൽ സെക്കൻഡറി ഹെഡേക്സ് ഉണ്ടാവാം. അപ്പം നമ്മൾ ഒരാൾക്ക് തലവേദന ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എപ്പോഴും ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഹെഡേക്കാണോ, അതായത് ഒരു രോഗിക്ക് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള തലവേദനയാണോ, അതോ മാസങ്ങളും വർഷങ്ങളുമായിട്ട് വിട്ട് വരുന്ന തലവേദനകളാണോ? അപ്പോൾ ഈ ഷോർട്ട് ഡ്യൂറേഷൻ ഹെഡേക്സ് എപ്പോഴും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അതായത് ഇപ്പം വർഷങ്ങളായിട്ട് ഒരാൾക്ക് വിട്ട് തലവേദനകൾ വരുന്നെങ്കിൽ അത് പ്രധാനമായിട്ടും മൈഗ്രെയിൻ പോലുള്ള തലവേദനകളാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഷോർട്ട് ഡ്യൂറേഷൻ ഹെഡേക്ക്, പിന്നെ തലവേദനയുടെ കൂടെയുള്ള അലാമിങ് സിംറ്റംസ്, അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സന്ദർശിക്കേണ്ട കമ്പല്ലിങ് ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ തലവേദനയുടെ കൂടെ ശക്തമായ ഛർദി ഉണ്ടാവുക, അല്ലെങ്കിൽ കാഴ്ചശക്തിക്ക് മങ്ങലുണ്ടാവുക, രണ്ടായിട്ട് കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോളജിക്കൽ സിംറ്റംസ് ലൈക്ക് നമുക്ക് തലവേദനയുടെ കൂടെ നടക്കുമ്പം ബാലൻസ് ഇല്ലായ്മ വരിക, അല്ലെങ്കിൽ ഒരു സൈഡ് ബലക്കുറവ് വരിക, സംസാരത്തിൻ്റെ കുഴച്ചിൽ വരിക, എന്നീ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് തലച്ചോറ് സംബന്ധമായ രോഗങ്ങളുടെ പാർട്ടായിട്ടുണ്ടാകുന്ന തലവേദനയാണ്. അപ്പം നമ്മൾ ഏതൊക്കെ സിംറ്റംസ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച് ശ്രദ്ധിച്ചു കാണും, ആ സിംറ്റംസ് കാണുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. എന്തായാലും ഒരു തലവേദന നല്ല രീതിയിൽ മാറാതെ നിൽക്കുന്നെന്നുണ്ടെങ്കിൽ, നമ്മൾക്കിപ്പോൾ ഒരു സാധാരണ ഒരു തലവേദന വരുന്നു, ഒരു പാരസെറ്റമോൾ കഴിക്കുമ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ അടുത്തുള്ള ഒരു സാധാരണ നമ്മളെ ഫാമിലി ഡോക്ടറെ കാണുന്നു, അദ്ദേഹം ബേസിക്കായിട്ട് ഒന്ന് പരിശോധിച്ച് BP ഒക്കെ നോക്കി വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തലവേദന മാറാതിരിക്കുകയോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള അലാമിങ് സിംറ്റംസ് ഉണ്ടായിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റ് ഒരു ഡീറ്റെയിൽഡ്, നമ്മൾക്കൊരു ഹെഡേക്ക് ഹിസ്റ്ററി എന്നൊക്കെ പറയും, നമ്മൾ തലവേദനയുടെ ഒരു പ്രോപ്പർ ഹിസ്റ്ററി എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യും. കണ്ണിൽ നമ്മൾ ഫണ്ടസ് നോക്കും. ഫണ്ടസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിനകത്ത് പ്രഷർ ഉണ്ടെങ്കിൽ കണ്ണിലെ ഫണ്ടസിൽ നോക്കുമ്പോൾ നമുക്കതിനകത്ത് പാപ്പിലിഡിമ എന്ന് പറഞ്ഞുള്ളൊരു ഇത് കാണും. അപ്പോൾ അങ്ങനെ പിന്നെ ന്യൂറോളജിക്കൽ ഫൈൻഡിങ്സ് ഉണ്ടോ എന്ന് നോക്കും. ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് ആ തലവേദനയുടെ കാരണം എന്താണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. അതനുസരിച്ചിട്ടാണ് തലവേദനയ്ക്ക് നമ്മൾക്ക് സ്കാനുകൾ, ചിലർക്ക് CT സ്കാൻ എടുക്കാറുണ്ട്, ചിലർക്ക് MRI സ്കാൻ എടുക്കാറുണ്ട്, ചിലർക്ക് നട്ടലിൽ നിന്നും ഫ്ലൂയിഡ് കുത്തിയെടുത്ത് അതിൻ്റെ പ്രഷർ നോക്കാറുണ്ട്, അല്ലെങ്കിൽ അത് പരിശോധിച്ച് അതിനകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയുള്ള ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സ് തീരുമാനിക്കുന്നത്. ചിലർക്ക് ഇതൊന്നും വേണമെന്നില്ല, ചിലർക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. പിന്നെ ഞാൻ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന തലവേദനകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന 2 തലവേദനകളെ കുറിച്ച് പറയാം. അതിൽ ഏറ്റവും കോമൺ മൈഗ്രെയിനാണ്, ചെന്നിക്കുത്ത് എന്ന് പറയും. അതിൻ്റെ ക്ലാസിക്കൽ പ്രസൻറ്റേഷൻ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തലയുടെ ഒരു ഭാഗത്തായിട്ട്, ഒരു വശത്തായിട്ട് വരുന്ന അതിശക്തമായ വേദന, അത് സ്ലോ ആയിട്ട് കൂടി വരുന്നു. ചിലർക്ക് അതിൻ്റെ കൂടെ തന്നെ കാഴ്ച മങ്ങി വന്ന് അതിന് ശേഷമാണ് തലവേദന പോകുന്നത്. കാഴ്ച മങ്ങുകയോ അല്ലെങ്കിൽ ചിലർക്ക് ലൈറ്റ് അടിക്കുന്ന പോലുള്ള സിംറ്റംസ് ഒക്കെ വന്നിട്ട് ശക്തമായ ഒരു സൈഡിൽ തലവേദന വരുന്നു. അതിൻ്റെ കൂടെ രോഗി ഛർദ്ദിക്കുന്നു. അതേപോലെ തന്നെ ഈ സൗണ്ടുകൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഇറിറ്റേഷൻ, ഫോട്ടോഫോബിയ, ലൈറ്റ് അടിക്കുമ്പോൾ ഇറിറ്റേഷൻ, ഇരുട്ടുമുറിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ തലവേദന കുറച്ചൊന്ന് ആശ്വാസം കിട്ടുന്നു. ഇങ്ങനെയുള്ള പാറ്റേൺ ആണ് ക്ലാസിക്കലായിട്ട് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്തിൽ കോമൺ ആയിട്ട് കാണുന്നത്. ഈ തലയുടെ ഒരു സൈഡ് വരുന്ന വേദന ചിലപ്പോൾ വലത് സൈഡ് ആയിരിക്കാം, ചിലപ്പോൾ ഇടത് സൈഡ്, മാറി വരാം. അപ്പോൾ ഇത് ചിലർക്ക് മാസത്തിൽ ഒരെണ്ണം വരും, ചിലർക്ക് 4 മാസത്തിൽ ഒരെണ്ണം വരും,
ചിലർക്ക് ആഴ്ചയിൽ തന്നെ 2ഉം 3ഉം വെട്ടം വരും. ഇതാണ് ക്ലാസിക്കൽ മൈഗ്രെയിൻ്റെ പ്രസൻറ്റേഷൻ. ഇങ്ങനെ ഒരു മൈഗ്രെയിന് സിംറ്റം ഉണ്ടായാൽ, മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻ്റ് ഉള്ളൊരു അസുഖമാണ്. അത് പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ്. മൈഗ്രെയിന് ചികിത്സയൊന്നും ഇല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ ഒരു ചികിത്സയുള്ള രോഗമാണ്. നമ്മൾക്ക് മൈഗ്രെയിൻ ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കണം. കോമൺ മൈഗ്രെയിൻ ആണോ, ക്ലാസിക്കൽ മൈഗ്രെയിൻ ആണോ, ഒഫ്താൽമോപ്ലീജിക് മൈഗ്രെയിൻ ആണോ, പോസ്റ്റീരിയർ അതായത് ബിക്കർസ്റ്റാഫ് മൈഗ്രെയിൻ ആണോ, ഒരുപാട് ടൈപ്പ് മൈഗ്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് മൈഗ്രെയിൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് രോഗിക്ക് അനുയോജ്യമായ മെഡിസിൻസ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു ന്യൂറോളജിസ്റ്റാണ്. അപ്പം നമ്മളെപ്പോഴും മൈഗ്രെയിൻ പോലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാനുള്ള മെഡിസിൻസ് റെഗുലറായിട്ട് മിനിമം 3 to 6 മന്ത്സ് കഴിക്കണം. പിന്നെ ഈ മൈഗ്രെയിനസ് അറ്റാക്സ് എന്ന് പറയുമ്പോൾ ആ പെയിൻ വരുമ്പം കഴിക്കാനായിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കണം. ഒട്ടും തലവേദന ഇല്ലാതെ നമ്മൾക്ക് കിട്ടിക്കഴിയുമ്പം മൈഗ്രെയിൻ്റെ മെഡിസിൻസ് ഗ്രാഡുവലി നമുക്ക് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതാണ് മൈഗ്രെയിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. മൈഗ്രെയിൻ നമ്മൾ ഈ ആഹാരം കഴിക്കാതിരിക്കുകയോ ചില പ്രത്യേക ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെയിലത്ത് പോകുമ്പോഴോ ടെൻഷൻ വരുമ്പോഴോ ഒക്കെ മൈഗ്രെയിൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പം മൈഗ്രെയിൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാം. ബാക്കി ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് നേരത്തെ സൂചിപ്പിച്ച ടെൻഷൻ ഹെഡേക്ക്. അതിനും അതിൻ്റേതായ മെഡിക്കേഷൻസ് ഉണ്ട്, നമ്മൾക്ക് റിലാക്സേഷൻ ടെക്നിക്സുകളുണ്ട്. അതെല്ലാം കറക്റ്റായിട്ടും പ്രോപ്പറായിട്ടും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ടെൻഷൻ ഹെഡേക്കിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. അപ്പം ഹെഡേക്ക് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. അപ്പോൾ ആ സിംറ്റം അതൊരു ഡിസീസിൻ്റെ പാർട്ടായിരിക്കാം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ ക്ലിനിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് പ്രോപ്പറായിട്ട് മെഡിസിൻ കഴിക്കേണ്ട ഒരു സിംറ്റമാണ് തലവേദന.